ഹായ്. അപ്പം ഞാനേ ഇന്ന് ഞങ്ങളുടെ ചന്തയിൽ പോയിക്കുമായിരുന്നു. ഞങ്ങളുടെ ചന്ത ഏതാന്ന് പറഞ്ഞാൽ അടൂര് കച്ചേരി ചന്ത. കച്ചേരി ചന്ത എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ കച്ചേരി, അതായത് പോലീസ് സ്റ്റേഷന്, കോടതി എല്ലാം അവിടെ അടുത്താണ്, അതിനോട് ചേർന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ കച്ചേരി ചന്ത. എനിക്ക് തോന്നുന്നു, അങ്ങനെയാണ് തോന്നുന്നു ആ പേര് വന്നത്, കച്ചേരിയുടെ അടുത്തായതുകൊണ്ട്. പണ്ടൊക്കെ കച്ചേരി എന്നൊക്കെ അല്ലേ പറയുന്നത് കോടതിക്കൊക്കെ. എനിക്ക് തോന്നുന്നത്, എനിക്കറിയത്തില്ല, അങ്ങനെ ആയിരിക്കും ആ പേര് അവിടെ വീണേക്കുന്നത് ചന്തയ്ക്ക്. അപ്പോൾ അടൂര് കച്ചേരി ചന്തയിലാണ് ഞാൻ പോയത്, ഞങ്ങളുടെ ചന്തയാണത്. അപ്പോൾ എനിക്ക് എന്താണ്, മീൻ കറി വയ്ക്കാൻ ചട്ടിയില്ലായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ വേറെ മാറി താമസിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ചട്ടിയില്ലായിരുന്നു. അപ്പോൾ എന്നോട്ടേ ഞാൻ വിചാരിക്കുന്നത്, മീൻ ചട്ടിക്കകത്ത് നമ്മൾ മീൻ കറി വെച്ച് അല്ലെങ്കിൽ ഒരു കറിയൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ അതിന് പ്രത്യേക രുചിയാണല്ലേ. മണ്ഡലത്തിൽ ചോറ് വയ്ക്കുന്നതും അതേപോലെ മൺപാത്രത്തിൽ ചോറും കറികളും എല്ലാം വയ്ക്കുന്നത്, മൺപാത്രത്തിൽ കഴിക്കുന്നത് അതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയുന്നത്. ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്. എൻ്റെ ചെറുതിൽ ഞാൻ മൺപാത്രത്തിൽ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഇങ്ങനെ കുടുക്ക പോണക്കത്തെ, കുടുക്കയല്ല, ഒരുമാതിരി ചരുവം പോണക്കത്തെ പാത്രമുണ്ട് മണ്ണുകൊണ്ടുള്ള. അത്രയും പാത്രത്തിനകത്തായിരുന്നു ഞങ്ങളൊക്കെ പഴങ്ങഞ്ഞ് കുടിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോഴും നാവിന്തുമ്പിലുണ്ട് ആ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പം ഞാൻ അതൊന്നും വാങ്ങിയില്ല. ഞാൻ വാങ്ങിയത് 2 ചെറിയ ചട്ടിയാണ് വാങ്ങിയത്. ഒന്നതേ ഇതാണ്. അപ്പം ഇത് എങ്ങനെ, ഇതിൻ്റെ നിലവാരമൊന്നും എനിക്ക് നോക്കാനൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ ചേട്ടനോട് തന്നെ പറഞ്ഞു, ചേട്ടാ ഇത് പൊട്ടുന്നതാണോ അല്ലെന്നൊന്നും ഇങ്ങനെ അങ്ങോട്ട് അടിച്ച് നോക്കില്ല, അങ്ങനെ നോക്കാൻ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഗ്യാസിൽ വെക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, കട്ടി കുറവ്. പക്ഷെ എനിക്ക് ഈ ചട്ടി ഭയങ്കര ഇഷ്ടമായിട്ട് പൊട്ടിയാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തത്. പിന്നെ ഒരെണ്ണം ഇടാം. ഇതും എങ്ങനെയാണ് ഇതിൻ്റെ എനിക്ക് അടുത്തുള്ള വെയിറ്റ് കൂടുതലുണ്ട്, വെയിറ്റ് ഉണ്ട്. ഇത് നല്ല ചട്ടിയാണോന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം ഞാൻ വാങ്ങിയെന്നുള്ളതേ ഉള്ളൂ മീൻകറിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനി എണ്ണ എന്തോ പുരട്ടിയിട്ട് അങ്ങോട്ട് ചൂടാക്കി അങ്ങോട്ട് ചെയ്യണമല്ലോ. അമ്മ ചെയ്യുന്നതാണോ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം, നമുക്ക് അതുപോലൊക്കെ ചെയ്യാമല്ലേ. പിന്നെ കുറച്ച് പച്ചമുളക് വാങ്ങി കേട്ടോ. പച്ചമുളക് ഇവിടെ ആർക്കും വേണ്ട. 10 രൂപയ്ക്ക് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ തരത്തില്ല. 10 രൂപയ്ക്ക് സ്ഥിരം മേടിക്കുന്ന ചേട്ടൻ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അയ്യോ ഞാനൊരാണല്ലേ, ഞാനിങ്ങനെ 10 രൂപയ്ക്ക് തരുന്നത്, ഇല്ല നമ്മളെ എങ്ങനെയും അടിച്ചേൽപ്പിക്കണമല്ലോ. പിന്നെ ഞാൻ വാങ്ങിയത് കൊഞ്ചാണ് കേട്ടോ. കൊഞ്ച് വാങ്ങിയിട്ടുണ്ട്. കൊഞ്ചൊക്കെ നമുക്ക് അവർ തോടൊക്കെ ഇളക്കി തരും കേട്ടോ. തോടൊക്കെ ഇളക്കി തരും. നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത്, അല്ലാതെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഉണ്ടാകും. പിന്നെ ഞാൻ വാങ്ങിയത് എന്താണെന്ന് പറഞ്ഞാൽ മങ്കടയാണ് വാങ്ങിയത്. മങ്കട ഇവിടെ ഇഷ്ടമല്ലാത്ത, അപ്പോൾ മങ്കടയാണ് വാങ്ങിയത്. 2 ദിവസം ചിക്കൻ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് മീൻ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. മങ്കടയെ പീസാക്കി തന്നിട്ടാണ് ക്ലീൻ ചെയ്ത് നമ്മളൊന്നുകൂടെ വൃത്തിയാക്കി കഴുകി എടുത്താൽ മതി. ഇത് ഇത്രയുമാണ് ഞാൻ വാങ്ങാൻ പോയത്. പിന്നെ കുറച്ച് അരി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പം ഇനി ചട്ടി ഒന്ന് പഴക്കണം. അപ്പോൾ ചട്ടി പഴക്കമാണ് അവിടെ പറയുന്നത്. അമ്മയൊക്കെ പറയുന്നത് ചട്ടി പഴക്കണം, പഴക്കി ഉപയോഗിക്കാവുന്നു. അതായത് എണ്ണയൊക്കെ തൂത്ത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മളതൊന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ ഇതൊക്കെ കറി വയ്ക്കണം. അപ്പം കൊഞ്ച് വാങ്ങിച്ചത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മീൻ കറി വയ്ക്കണം. പിന്നെ ഇന്നലത്തെ വെറുമ്പുളി ഇരിപ്പുണ്ട്, അത് പപ്പടം വാങ്ങിയിട്ടുണ്ട്. എന്നാണെന്നോ ഒക്കെ. പിന്നെ തോരന വെഴുക്കൊന്നും ഇവിടെ അധികം വേണ്ട, എടുത്ത് കളയാനേ പറ്റത്തുള്ളൂ. പിന്നെ ചോറൊക്കെ കൊണ്ടുപോകും, ചെറുക്കന് വല്ലപ്പോഴാണൊക്കെ ആക്കുന്നതാണ്. അപ്പോൾ ഈ ചട്ടി പഴുക്കുന്ന പരിപാടിയെടുക്കാൻ. പിന്നെ ഞാനൊരു പുതിയ ലോക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ മറ്റേതിൽ താലിയാണോ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന കാരണം ഞാനത് മാറ്റിയെടുത്തു കേട്ടോ. പുതിയൊരു ലോക്കറ്റാക്കി. ഇത് കണ്ടോ, ഇതൊരു ഇലയാണ്ടോ. അപ്പോൾ നമ്മളെ ലോക്കറ്റ് ഒന്ന് മാറ്റി പിടിച്ചു. കണ്ട, അടിപൊളി ലോക്കറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഡിസൈൻ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പം കമൻസ് ഒന്നും നോക്കാൻ കയറിയില്ല. എല്ലാവരുടെയും കമൻസ് നോക്കിയിട്ട് റിപ്ലൈ തരാം. പിന്നെ നിങ്ങൾ എന്താ പറയുക, പ്രേമമാ ഇഷ്ടമാ കെട്ടിക്കോട്ടെ എന്ന് എത്ര പറഞ്ഞാലും നിങ്ങൾ കേൾക്കത്തില്ലയോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് തോന്നുന്നത്. കെട്ടുകയില്ല എന്നുള്ളതല്ല, കാരണം നമ്മളെ സ്നേഹിക്കാനും ആൾക്കാരുണ്ടല്ലോ എന്നറിയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അത് വലുതാണ്. ചേച്ചിമാരായാലും അനിയത്തിമാരായാലും അതേപോലെ തന്നെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ നമ്മൾ അവരുടെ ഒരു
അവരുടെ ഒരാളായിട്ട്, അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് നമ്മളെ സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ ഒരു സന്തോഷം, അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം. അതിനൊന്നും ഞാൻ അത്ര മോശമായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പം ശരി, എൻ്റെ കൊച്ചു കൊച്ചു കലാപരിപാടിയായിട്ടൊക്കെ പോയിട്ട് ഞാൻ ഇടയ്ക്ക് വരാം. ഓക്കെ, എല്ലാവരും വെയിറ്റ് ചെയ്യും.